ഒരു ബാങ്കിൽ സെക്യൂരിറ്റി ആയി ജോലി നോക്കുന്ന ഒരുത്തനെ പെട്ടെന്ന് അവിടെയുള്ള $17 മില്യൺ അടിച്ചു മാറ്റണമെന്ന് ചെറിയൊരു ആഗ്രഹം തോന്നി. അതിനായി ലോക്കറിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊണ്ടുവന്ന് ബാഗിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സെയിം ടൈമിൽ ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന വേറൊരു സെക്യൂരിറ്റി അവന്റെ ഷിഫ്റ്റിനായി അകത്തേക്ക് വന്നു. വന്നത് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നു. ഇവന്റെ വോയിസ് കേട്ടതും വേറെ വഴിയില്ലാതെ തൂക്കിയല്ലോ നാദാ എന്ന് പറഞ്ഞ് സ്വയം പുറത്തു വന്നു. എന്നാലും ഇവനെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊന്നാലോ എന്ന് വരെ കരുതി. എന്നാൽ ഇവൻക്കും അവൻ കൊള്ളയടിച്ച് പോവാണെന്ന് അറിയാതെ എന്തോ ഓവർ ടൈം ജോലി നോക്കാണെന്ന് വിചാരിച്ച് ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പോയതും അവൻ പോയ ടൈമിൽ തന്നെ ആ റൂമിലുള്ള ഫുൾ ക്യാഷും എടുത്തു പോയി ബാഗിൽ നിറച്ചു. അതിനുശേഷം തെളിവുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാ CCTV ക്യാമറകളും അടിച്ചു പൊളിച്ചു. അതുമാത്രമല്ലാതെ CCTV ഫുട്ടേജ് റെക്കോർഡായ എല്ലാ ടാപ്പുകളും എടുത്തുകൊണ്ട് പോയി. എന്നാൽ പുറത്തു പോയി വാനിന്റെ ഡോർ അടിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ അതിലുള്ള ക്യാഷ് കൊണ്ട് ഡോർ കൂടെ അടക്കാൻ പറ്റുന്നില്ല. സോ ആ വാനിന്റെ അകത്തേക്ക് തന്നെ പോയി ക്യാഷ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഷ്ടകാലത്തിന് ആ വാനിന്റെ ഡോർ ഓട്ടോമാറ്റിക്കായി ലോക്കായി. ഇപ്പൊ പുറത്തു വരാൻ പറ്റാതെ ആകെ പേടിച്ചു പോയി. കറക്റ്റായി ഫ്രണ്ട് സൈഡിൽ ഒരു ഗ്രില്ലുണ്ട്. അതുവഴി പോയാൽ ഡ്രൈവർ സീറ്റിലേക്ക് എത്താം. അതുവഴി പോകാൻ നോക്കിയതും ഇവരെ സൈസിന് പകുതി ദൂരം മാത്രമേ പോവാൻ പറ്റുള്ളൂ. സോ ഒരു കെട്ട് ക്യാഷ് ഒരു കമ്പി പോലെ റെഡിയാക്കി അത് ആക്സിലേറ്ററിൽ വെച്ചു. അങ്ങനെ ഒരു വഴി ആ ബാങ്കിന്റെ മതിലും പൊളിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അടുത്ത ദിവസം തന്നെ ഇവനാണ് ആ ബാങ്ക് കൊള്ളയടിച്ചതെന്ന് പോലീസ് എവിഡൻസോട് കൂടി സിമ്പിളായി കണ്ടുപിടിച്ചു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ എടുത്ത ടാപ്പിൽ ഒരു ടാപ്പ് എടുക്കാൻ മറന്നിരുന്നു. അതേപോലെ വാൻ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ ഒരു CCTVയും ഉണ്ടായിരുന്നു. അതിന്റെ ഫുട്ടേജ് വെച്ച് തന്നെയാണ് അവനാണ് അതെന്ന് സിമ്പിളായി കണ്ടുപിടിച്ചത്.